ചേട്ടൻ ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം അഭിമാനത്തോടുകൂടിയായിരിക്കും നിൽക്കുന്നത്. നമ്മൾ മലയാളികൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ചേട്ടന്റെ പേരിൽ അഭിമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഏറ്റുവാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്നാണ് നേരം കൊണ്ടുപോയി നമുക്ക് കൊടുത്താലോ. നമ്മുടെ സ്നേഹം, our appreciation to getting this award ആണ് നമ്മൾ ഈ കാണിക്കുന്നത്. Once again, congratulations ചേട്ടാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ചേട്ടനെ നേരിട്ട് കാണാൻ കിട്ടുമ്പോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ജോർജ് ചേട്ടന്റെ ഒക്കെ മാനറിസം ഒന്ന് കണ്ടുപിടിച്ചായിരുന്നു എപ്പോഴെങ്കിലും. അതൊന്നും ഞാൻ ഇന്നവരെ കാണിച്ചിട്ട് ഞാൻ ഈ ഒരേ പഴയ വേറൊന്നുമല്ല, ചേട്ടന്റെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോ ഞങ്ങളെ പോലെ തന്നെ ഇവരെല്ലാരും ആഗ്രഹിക്കും ഒന്ന് ആരെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കാണിച്ചത് കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ കാണിക്കുന്നത് എത്ര കണ്ടാലും നമ്മൾ ജയറാമേട്ടനെ നമുക്കത് മതി വരാത്തതാണ്. ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പലരെയും ജയറാമേട്ടൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. നമ്മൾക്ക് വേണ്ടി ജയറാമേട്ടൻ ഓഡിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. Guys, are you ready? നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും, right? ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞായിട്ട് 40-45 വർഷമായിട്ട് എല്ലാ വേദികളിൽ ചെല്ലുമ്പോഴും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും 4ലും 5ലും പഠിക്കുന്ന കുട്ടികൾ ഞാൻ സംസാരിച്ച് തീരുമ്പോൾ എന്നോട് പ്രേം നസീറിനെ കാണിക്കോ, പ്രേം നസീറിനെ കാണിക്കോ. അപ്പൊ ഞാൻ ചോദിക്കും അവരോട്, പ്രേം നസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിച്ചിട്ടേ പോവുള്ളൂ, അതൊരു ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട്. അത് തന്നെ കാണിച്ചാൽ മതിയോ? റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയാലും ഉറപ്പായിട്ടും ശരി, തീർച്ചയായിട്ടും. சார், பிரேம் நசீர் சார் அப்பாவுக்கு தெரியும், அப்பாவோட க்ளோஸ் ஃப்ரெண்ட். அதனால ജനിച്ചു വീണത് ചിറയും കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം. മദിരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. മോനെ, നിന്റെ സിനിമ 100 ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും, നിന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇതിനൊരു ഗംഭീര കൈയടി കൊടുക്കണം. ശരിക്കും പ്രേം നസീർ സർ പറഞ്ഞു എന്നുള്ളൊരു ബ്ലെസ്സിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് one more request is there.